ഹിജ്റ 7-ാം വർഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബർ യുദ്ധം കഴിഞ്ഞ് തൻ്റെ പ്രിയതമ സഫിയ ബിന്ത് ഹുയയ്യ് റളിയല്ലാഹു അൻഹയുമായി ആദ്യ ദിവസം കഴിച്ചുകൂട്ടുകയാണ്. അർദ്ധരാത്രിയായപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരോ പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ. പുറത്തു വന്ന് നോക്കുമ്പോൾ ആയുധധാരിയായ ഒരാൾ തൻ്റെ ഹൈമക്ക് കാവൽ നിൽക്കുകയാണ്. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അബൂ അയ്യൂബിനുൽ അൻസാരി റളിയല്ലാഹു അൻഹുവാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബൂ അയ്യൂബ്, എന്താണ് ഇങ്ങനെ കാവൽ നിൽക്കാനുള്ള കാരണം? അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അകത്ത് അങ്ങോടൊപ്പം സഫിയ ബീവിയാണ്. അവരുടെ കുടുംബം, പിതാവ്, സഹോദരൻ, പിതൃവ്യൻ, കുറേ സ്വന്തക്കാർ, അവരെല്ലാം കഴിഞ്ഞ ദിവസം നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ്. അതിൻ്റെ പേരിൽ അവരുടെ ജനതയായ യഹൂദികൾ പ്രകോപനത്തിലാണ്, പ്രതിഷേധത്തിലാണ്. അവരിൽ ആരെങ്കിലും രാത്രിയുടെ ഏകാന്തതയിൽ അങ്ങയുടെ ഹൈമയിലേക്കെങ്ങാനും ഇരച്ചു കയറിയാലോ എന്നെനിക്കൊരു ഉൾഭയം. അതുകൊണ്ടാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹറസകല്ലാഹു യാ അബാ അയ്യൂബ്, എനിക്ക് കാവൽ നിന്നതുപോലെ അള്ളാഹു താങ്കൾക്കും കാവലാവട്ടെ അബൂ അയ്യൂബ്. പിന്നെ കാലം കടന്നുപോയി. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് ഏതാണ്ട് 80-ലധികം വയസ്സ് പ്രായമായി. അപ്പോഴാണ് അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഇസ്ലാമിക സേന യസീദ് ബിൻ മുആവിയയുടെ നേതൃത്വത്തിൽ പുറപ്പെടുന്ന കാര്യം കേട്ടത്. അദ്ദേഹം ഓർത്തു, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്ലാഘിച്ചതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന സേനയെ. നിഅമൽ ജയ്ഷു ജയ്ഷുഹ വ നിഅമൽ അമീറു അമീറുഹ. അതുകൊണ്ട് അദ്ദേഹവും ആ ഏറ്റവും നല്ല സേനയിൽ പങ്കാളിയാവണമെന്ന് ആഗ്രഹിച്ചു. പ്രായാധിക്യത്തിലും അദ്ദേഹം പടച്ചട്ടയണിഞ്ഞു. ആ യുദ്ധത്തിൽ പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ മുസ്ലിം സേനയ്ക്ക് കഴിഞ്ഞില്ല. അവർക്ക് തൽക്കാലം മടങ്ങേണ്ടി വന്നു. പക്ഷേ അപ്പോൾ മടങ്ങിപ്പോരാൻ അവരോടൊപ്പം മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഷഹീദായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം കൂടിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിൽ എത്തിയില്ലെങ്കിലും എത്താവുന്ന അത്ര അടുത്ത് എത്തണമെന്നത്. അതുകൊണ്ട് ഇസ്ലാമിക സേന അദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ അതിർത്തിയിൽ തന്നെ മറവ് ചെയ്തു. ആ വിവരം സീസർ ചക്രവർത്തി അറിഞ്ഞു. സീസർ പറഞ്ഞു, ചൂടേറിയ ഒരു കത്ത് യസീദ് ബിൻ മുആവിയക്ക് അയച്ചു. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു: യസീദ്, താങ്കളുടെ ഒരു ഭടനെ ഞങ്ങളുടെ അതിർത്തിയിൽ മറവ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനത് മാന്തും. ഞാൻ ആ മയ്യത്ത് എടുത്ത് വലിച്ചെറിയും. ഇതായിരുന്നു സീസർ ചക്രവർത്തിയുടെ കത്തിൻ്റെ ഉള്ളടക്കം. യസീദ് ബിൻ മുആവിയ കത്ത് വായിച്ചു. വലിയ ധീരനായിരുന്നു യസീദ്. യസീദ് മറുപടി എഴുതി, താങ്കളെങ്ങാനും അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന് കരുതിക്കൊള്ളൂ. ഞങ്ങൾ അറേബ്യയുടെ മണ്ണിലുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ശവകുടീരങ്ങൾ ഞങ്ങൾ മാന്തി പുറത്തെടുക്കും. മാത്രമല്ല
ജീവിതത്തേക്കാൾ മരണത്തെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾക്ക്. അവരിൽ ഒരു സംഘത്തെ ഞാൻ കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് പറഞ്ഞേക്കും. എന്തിനെന്നറിയാമോ? താങ്കളുടെ ഉടലും ശിരസും വേർപ്പെടുത്തുവാൻ. കത്ത് കിട്ടിയതോടെ സീസർ ചക്രവർത്തി ത്രിശങ്കുവിലായി. മറ്റൊന്നുമല്ല, അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ ഖബർ മാന്തുക എന്ന പദ്ധതിയിൽ നിന്ന് അദ്ദേഹം പേടിച്ച് പിന്നോട്ട് വാങ്ങി. പക്ഷേ തൻ്റെ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ വികാരവിവശനായി അങ്ങനെ എങ്ങാനും ചെയ്താൽ അതിൻ്റെ കുറ്റം തൻ്റെ തലയിൽ വരും എന്ന പേടിയായിരുന്നു സീസർ ചക്രവർത്തിക്ക്. അതുകൊണ്ട് സീസർ എന്ത് ചെയ്തു എന്നറിയാമോ? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിന് അതാരും മാന്താതിരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ കാവൽക്കാരനെ നിർത്തി. രാവില്ലാത്ത പകലില്ലാത്ത ആ കാവൽ ചരിത്രത്തിൽ ഇന്നോളമുണ്ട് എന്നതാണ് അനുഭവം. തുർക്കിയിലെ കോൺസ്റ്റാൻറ്റിനോപ്പിളിനടുത്ത് മസ്ജിദു ജാമിഉ അയ്യൂബ് അല്ലെങ്കിൽ മസ്ജിദു സുൽത്താൻ അയ്യൂബ്, ആ പള്ളിയുടെ പരിസരത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താൻ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് ഇപ്പോഴും കാവലുണ്ട്. മഹാനായ നബി തിരുമേനി തങ്ങൾ പ്രാർത്ഥിച്ചതാണല്ലോ, അള്ളാഹു താങ്കൾക്കും കാവൽക്കാരനാവട്ടെ എന്ന്. വസ്സലാം.